പ്രിയ പ്രേക്ഷകരെ, ഇന്നലെ വരെ തിമിർത്ത് പെയ്ത മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും ദുരിത കയത്തിൽ തന്നെയാണ് ആറന്മുള. നിരവധി വീടുകളും റോഡുകളും ഇപ്പോഴും വെള്ളത്തിലാണ്. റാന്നിയിൽ നിന്നുള്ള വെള്ളം ആറന്മുളയിലേക്ക് ഒഴുകിയെത്തിയതോടെയാണ് ഉൾപ്രദേശങ്ങളടക്കം വെള്ളത്തിലായത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡിലും വെള്ളക്കെട്ടൊഴിഞ്ഞിട്ടില്ല. അപ്രതീക്ഷിതമായിട്ട് വെള്ളം അടിച്ചു കയറി വരികയാണ് ഉണ്ടായത്. ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകൾ മുങ്ങിക്കിടക്കുകയാണ്. ഒട്ടേറെ വീടുകൾ മുങ്ങിക്കിടക്കുകയാണ്. സ്ഥാപനങ്ങൾ മുങ്ങിക്കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വെള്ളം കയറിക്കൊണ്ടിരിക്കും. ഓരോ പ്രദേശത്തും പലയിടത്തും നമ്മൾ ഇന്നലെ പ്രതീക്ഷിക്കാത്ത പലയിടത്തും വെള്ളം എത്തുകയുണ്ടായി. നമ്മളൊരു 10% റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ അവരോട് മാറി താമസിക്കാൻ പറഞ്ഞിരുന്നു. ക്യാമ്പുകളിലോട്ട് മാറാൻ പറഞ്ഞിരുന്നു. പോസ്റ്റ് ഫ്ലഡിനെ പറ്റി ആലോചിക്കേണ്ട ഒരു സമയമല്ലെങ്കിൽ പോലും ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ ആറന്മുളയിൽ. അങ്ങനെ ഒട്ടേറെ ആളുകൾ വലിയ ദുരിതത്തിൻ്റെ കയത്തിലാണുള്ളത്. അവരെ ചേർത്ത് പിടിക്കാൻ സർക്കാരുണ്ടാവും. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, നദിയിലെ ജലം താഴുന്നുണ്ട്. പക്ഷേ ആറന്മുളയുടെ ഒരു സവിശേഷത വെച്ച് വെള്ളം ഒഴുകി പോകണമെങ്കിൽ 1.5 ദിവസം മഴ മാറി നിൽക്കണം. റാന്നിയിൽ നിന്നുള്ള വെള്ളം വന്ന ആറന്മുള വഴി കടലിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിലത്തെ സാഹചര്യം എന്താണ്? മധു, നിലവിലത്തെ സാഹചര്യം എന്താണ് എന്നതിന് ഉത്തരം നമുക്ക് ഈ ഒരൊറ്റ ദൃശ്യങ്ങളിൽ നമ്മൾ ഫയർഫോഴ്സിന്റെ ടീമിനൊപ്പം റെസ്ക്യൂ പ്രവർത്തനത്തിന് അവരിറങ്ങിയപ്പോൾ ഉൾപ്രദേശത്തെ അവസ്ഥ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അകത്തെ കുറച്ച് നല്ല ഉള്ളിലേക്ക് വന്ന സമയത്ത് കാണുന്ന ഒരു വീടിൻ്റെ ഗേറ്റാണിത്. അപ്പോൾ എത്ര വെള്ളം കയറി? ആ വീടിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം കയറി കിടക്കുന്ന ഒരവസ്ഥ. ഇത് ഒരു വീടാണ്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മരങ്ങൾ, പോസ്റ്റുകൾ മരങ്ങൾ ഒക്കെ ഈ തരത്തിലാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അതിന് മുകളിൽ ഒരു രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്. അവർ വെള്ളം ഇന്നോ നാളെയോ ഇറങ്ങും, അല്ലെങ്കിൽ 2ാം നിലയിൽ വെള്ളം കയറില്ല എന്ന ഉറപ്പിൽ അവർ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ മുന്നോട്ട് ഇതിനുള്ളിൽ പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥയായി കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായി തോന്നിയ കുറേ കാഴ്ചകൾ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ടീമിനെ റെസ്ക്യൂ ചെയ്ത് പോയ സമയത്ത് ഒരു വീടിൻ്റെ ടെറസിൽ നിന്നിട്ട് പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിക്കുന്ന കാഴ്ച. ഒരു കുപ്പി വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഞങ്ങൾ അവിടെ ഒരു ക്യാമ്പിലേക്ക് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അടുത്ത വീട് നോക്കൂ, ഈ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇതിന് അപ്പുറത്തും ഈ കിടക്കുന്ന വീടുകൾ, അങ്ങോട്ടേക്ക് നോക്കിയാൽ കുറേ വീടുകളുണ്ട്. ആ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്ന അവസ്ഥ. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് പാരസെറ്റമോളും കുടിവെള്ളവും കൊടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നതാണ്. ഒരു വലിയൊരു വീട്, ആ വീടിൻ്റെ മുഴുവൻ ആ സിറ്റൗട്ട് വരെ മുങ്ങിക്കിടക്കുന്ന കാഴ്ച. തൊട്ടിപ്പുറത്തെ പറമ്പിൻ്റെ അവസ്ഥ ഈ കാണുന്നതാണ്. അതേ അവസ്ഥ. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പലരും എഴുതിയും പറഞ്ഞൊക്കെ കേൾക്കുന്ന പോലെ വലിയൊരു 2ാം നില വീട്, ആ 2ാം നില വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ചേച്ചിയും മോളും കൂടി ഒരു കുപ്പി വെള്ളം ഞങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ദൗർഭാഗ്യകരമായി പറയേണ്ട, ഞങ്ങളുടെ കയ്യിൽ ആ സമയത്ത് വെള്ളമില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എടുത്തു കൊടുത്തു. ഇതൊരു വീട്, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ വീടാണിത്. ഈ വീട് 2 ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്